ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലുമായിട്ടാണ്. നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു ഫേഷ്യലാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഇതൊക്കെ ടാനൊക്കെ റിമൂവ് ആവാനും അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് ഇത്. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഒരു രണ്ടാമത്തെ ആഴ്ച ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എന്താണെന്ന് കണ്ടു നോക്കാം. ഞാനൊരാഴ്ച 3 ദിവസം ചെയ്യുന്നൊരു സംഭവം കേട്ടോ. അപ്പം നിങ്ങളും ഇത് ചെയ്ത് നോക്കണം. കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ ഇതിന്. അതായത് അതിന് വേണ്ടുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതുപോലൊരു തക്കാളി എടുക്കുക. തക്കാളി എടുത്തിട്ട് അതിനെ നമുക്കൊരു 3 പീസായിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇങ്ങനെ റൗണ്ടിന് ഇങ്ങനെ 3 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് കോഫി പൗഡർ അതിനകത്തേക്ക് ഇടണം. ഒരു പീസിനകത്ത് ഒരു തക്കാളി എടുത്ത് 3 പീസാക്കണം. എന്നിട്ട് ഒരു പീസിനകത്തേക്ക് നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കോഫി പൗഡർ ഇടുക. ഇങ്ങനെ കോഫി പൗഡർ ഇട്ടതിന് ശേഷം ഫേസ് നല്ല പോലെ ഇങ്ങനെ ഫേസിൽ മസാജ് ചെയ്യും. കവളിലും നമ്മുടെ നെറ്റിയിലും ഒക്കെ ഇങ്ങനെ ഒരു 5 മിനിറ്റ് കേട്ടോ. ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് സ്ക്രബ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിലും ഒക്കെ നല്ലതാണ്. അകത്തൊന്നും പോകരുത്. കണ്ണിൻ്റെ അടിയിൽ ബ്ലാക്കും ഒക്കെ മാറാൻ നല്ലതാണ്. കാരണം ടൊമാറ്റോയും കോഫി പൗഡറും ആണല്ലോ. അപ്പോൾ ഓക്കെ, ഇങ്ങനെ ഒരു 5 മിനിറ്റ് മതി. ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലൂടെ ചെയ്യാൻ നോക്കണം. ഫേസ് മാത്രമായിട്ട് ചെയ്യരുത്. ഇല്ലിപ്പം നമ്മളെ ഫേസും കഴുത്തും 2 കളറായി പോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും 2 സ്ഥലത്തോട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇങ്ങനെ കവിളിലൊക്കെ ഇങ്ങനെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒരു ടവൽ ഇത് കണക്കെടുത്ത് ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം തുടച്ച് കളയാം. ഇങ്ങനെ ചെയ്തിട്ട് തുടയ്ക്കും. നല്ലതുപോലെ തുടച്ച് മാറ്റും. കഴുത്തിലൊക്കെ നല്ല പോലെ ഇങ്ങനെ തുടച്ച് മാറ്റാം. ഓക്കെ, ഇനി ഇതിന് ശേഷം അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് നമ്മളെ അടുത്ത ഒരു ഇതുണ്ടല്ലോ, തക്കാളി നമ്മൾ മുറിച്ച് വെച്ചൊരു പീസ് എടുക്കുക. അടുത്ത പീസ് എടുത്തിട്ട് ഇത് നമ്മുടെ നവര റൈസ് പൗഡറാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കടലമാവ് എൻ്റെ സ്കിന്നിന് നല്ല എല്ലാ സ്കിന്നിനും കടലമാവാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യും. അതുപോലെ തന്നെയുള്ള സംഭവമാണ് ഈ നവര റൈസ് എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഈ കടലമാവും ഈ നവര റൈസുമാണ്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അത്ര മാത്രം ഇത് നല്ല സ്കിന്നിന് അത്ര ബെനിഫിറ്റ് ഉള്ളൊരു സാധനം കേട്ടോ ഇത് നവര റൈസ് എന്ന് പറയുന്നത്. അപ്പം ഇത് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇതിടാം. ഇങ്ങനെ ഒരു പാക്കാക്കി വിടുക. അതുപോലെ സ്ക്രബ് ചെയ്യാനും ഒക്കെ നല്ലതാണ് നമ്മുടെ നവര റൈസ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസ്. ഒരുപാടിട്ടങ്ങ് വലിച്ചു വാരി ചെയ്യരുതേ. പതുക്കെ ഒന്ന് കൂടുതൽ നമ്മൾ ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരെ നമ്മൾ മൂക്കിലൊക്കെ അല്ലേ, അവിടെയൊക്കെ നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് കട്ടിക്കിട്ടങ്ങ് പിടിക്കേണ്ട.
ഇങ്ങനെ നമ്മുടെ താടി അതുപോലെ ലിപ്പിന് ചുറ്റുമൊക്കെ ആണല്ലോ ഹെഡ്സ് വരുന്നത്, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലും ഒക്കെ ചെയ്യുക. എപ്പോഴും കഴുത്ത് വിട്ടു പോകരുത്. ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊന്നും ചെയ്യണ്ട കേട്ടോ. ഇത് കണക്കൊരു 5 മിനിറ്റ് കേട്ടോ, അത്ര മതി, ഒരുപാട് നേരമൊന്നും വേണ്ട, 5 മിനിറ്റ്. നല്ല രീതിയിൽ ഹെഡ്സൊക്കെ റിമൂവ് ആകും കേട്ടോ, അത്രയ്ക്ക് നല്ലതാണ് ഇത്. ഓക്കെ, ഇത്രയും മതി. ഇനി നേരത്തെ പോലെ നമുക്ക് ഇതൊന്ന് തുടച്ച് കളയാം. ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ച് കളയാം. റിമൂവ് ചെയ്ത് നോക്കിക്കേ, കണ്ടോ? ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റായി നമ്മുടെ സ്കിന്നെന്ന് പറയുന്നത്. കണ്ടോ? ഫ്ലഫി ആയിട്ടിരിക്കുക നമ്മുടെ സ്കിന്ന്, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അടുത്ത ഒരു ഇതൂടെ ഉണ്ടല്ലോ, സ്ലൈസ് കൂടെ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ നാടൻ മഞ്ഞപ്പൊടി ഇല്ലാത്ത ഒരു പരിപാടി നമുക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അതിലേക്ക് ഇത് കണക്ക് ചെയ്തിട്ട് അതും ഇത് കണക്കൊന്ന് മസാജ് ചെയ്യും. മഞ്ഞപ്പൊടി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലൊക്കെ ഉള്ള ഹെയർ ഉണ്ടല്ലോ, അതൊക്കെ നല്ലപോലെ റിമൂവ് ആയി പോകും. നമ്മൾ ഡെയിലി ഇതിനൊക്കെ കടലമാവും അതുപോലെ മഞ്ഞളും ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് മഞ്ഞപ്പൊടി എന്ന് പറയുന്നത്. നല്ല രീതിക്ക് നമ്മുടെ കഴുത്തിലും ഒക്കെ ഇങ്ങനെ തന്നെ നല്ലപോലെ മസാജ്. തക്കാളി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, തക്കാളിയും മറ്റേ സൺ ടാൻ റിമൂവ് ആകുമ്പോൾ ഏറ്റവും ബെസ്റ്റാണ് തക്കാളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മസാജ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതുകൂടെ ഒന്ന് വാഷ് ചെയ്യാം. അത് നമുക്കൊന്ന് തുടച്ചെടുക്കാം. പോലെ ഇങ്ങനെ തുടച്ചെടുക്കാം. ഓക്കെ, ഓക്കെ ഓക്കെ ഇപ്പം തന്നെ ഉണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു എൻ്റെ സ്കിന്ന് ഒക്കെ ഉണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഉറപ്പായിട്ടും നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം, അത് മറന്നു പോകരുത്. നല്ല അടിപൊളിയായിട്ടില്ലേ ഫേസ്, കണ്ടോ?
നല്ലപോലെ മാറ്റം വരും കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ച 3 ദിവസം വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുന്നല്ല, അത്രയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.